വെൽക്കം ബാക്ക് ടു സ്പൈസി ഗാലറിയ. സ്പൈസി ഗാലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ ടീ, കോഫി പോലുള്ള ഹോട്ട് ഡ്രിങ്ക്സിനേക്കാളും കൂടുതൽ എല്ലാവരും കുടിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക കൂൾ ഡ്രിങ്ക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചൂടോട് കൂടിയുള്ള ഈവനിങ് ടീ അല്ലെങ്കിൽ കോഫിക്ക് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ചിൽഡ് ഐസ്ഡ് കോഫി റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഐസ്ഡ് കോഫി അല്ലെങ്കിൽ കോൾഡ് കോഫി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു അഡീഷണൽ ചോക്ലേറ്റ് ഫ്ലേവറും കൂടെ ആഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കൊക്കോ പൗഡർ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ 2.5 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും 1 കപ്പ് ചിൽഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലിനെ നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് വനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്കൊരു കോഫി ഡിക്കോക്ഷൻ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കോഫിയുടെ കൂടെ എക്സ്ട്രാ ഒരു ചോക്ലേറ്റ് ഫ്ലേവറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് എടുത്തിട്ടുള്ള കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പിന്നെ കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാം വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇളം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ആക്കിയെടുക്കണം. ഒരു കോഫി ഡിക്കോക്ഷൻ പോലെ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ചോക്കോ കോഫി ഡിക്കോക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം. അതിലേക്ക് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് പാലാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോഫി മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഐസ് ക്യൂബ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതുപോലെ ഡൈല്യൂട്ടഡ് കോഫി ഉണ്ടാക്കിയിട്ട് അതിനെ ഐസ് ട്രേയിൽ ഒഴിച്ച് കട്ടയാക്കി എടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതൊന്നും ചേർക്കാണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ഫോമി കൺസിസ്റ്റൻസിയിലുള്ള കോൾഡ് കോഫി ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഐസ്ഡ് കോഫി ഞാനിവിടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഫോമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഫോമി ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് 5 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ള കോൾഡ് കോഫി ഞാൻ ഇതുപോലെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സെർവിങ് ഗ്ലാസ്സിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സിറപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സിറപ്പ് വെറുതെ ഒന്ന് ഇറഗുലർ ആയിട്ടൊന്ന് ഗ്ലാസ്സിൽ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സെർവിങ് ഗ്ലാസ് ഞാൻ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കോൾഡ് കോഫി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്തെടുക്കരുത്. മുകളിൽ നമ്മൾ കുറച്ച് സ്പേസ് വെക്കണം. അതിൽ നമ്മൾ ഫോമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നല്ലപോലെ പതപ്പിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്ലാസിൻ്റെ ഒരു 3/4 പോർഷൻ കോഫി വെച്ച് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള പോർഷനിൽ നമുക്ക് ക്രീമി ഫോം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഐസ്ഡ് കോഫി അല്ലെങ്കിൽ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഒന്നും കൂടെ ഒന്ന് റിച്ച് ആക്കി എടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഗ്രാൻഡ് ആക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ചോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചോ ടോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ടാണ് ടോപ്പിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും അതുപോലെ കുറച്ച് കോഫി പൗഡറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ഡ് കോഫി അല്ലെങ്കിൽ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്.
ഒരു അടിപൊളി ക്രീമി ചിൽഡ് കോഫി തന്നെയാണിത്. കോഫി ടീ ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തവർക്ക് ചൂടുകാലത്തൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് തന്നെയാണ് കോൾഡ് കോഫി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. വീണ്ടും മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ ഫ്രം സ്പൈസി ഗലേറിയ.